ബ്രഹ്മോസ് എൻജി ന്യൂ ജനറേഷൻ ക്രൂയിസ് മിസൈൽ അതിന് പുതിയ പരീക്ഷണം നടത്താൻ ഒരുങ്ങുകയാണ്. ബ്രഹ്മോസിൻ്റെ മറ്റ് വേരിയൻറ്റുകളിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തതയുള്ളൊരു മിസൈലാണ് ബ്രഹ്മോസ് എൻജി. ഭാരം കുറവ്, വേഗത കൂടുതൽ തുടങ്ങി നിരവധിയായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. എപ്പോഴാണ് ഇതിൻ്റെ പുതിയ പരീക്ഷണം നടക്കാൻ പോകുന്നത്? എന്താണ് ഈ പരീക്ഷണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത? ഇന്ത്യയുടെ അഭിമാന സ്തംഭമാണ് ബ്രഹ്മോസ് മിസൈൽ. അതിന്റെ കാര്യക്ഷമതയും പ്രഹരശേഷിയും കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിൽ വ്യക്തമായതാണ്. പാകിസ്ഥാന് നേർക്ക് പ്രയോഗിച്ച ഒരൊറ്റ ബ്രഹ്മോസ് മിസൈൽ പോലും വെറുതെ പോയില്ല. അതെല്ലാം തന്നെ ലക്ഷ്യസ്ഥാനത്ത് ചെന്ന് പതിച്ച് പരമാവധി നാശനഷ്ടം ഉണ്ടാക്കി. ആ ബ്രഹ്മോസിന് പുതിയ ഒരു കൂടുതൽ മാരക പ്രഹരശേഷി കൈവരാൻ പോവുകയാണ്. ആ ബ്രഹ്മോസ് ആണ് ബ്രഹ്മോസ് നെക്സ്റ്റ് ജനറേഷൻ അഥവാ ബ്രഹ്മോസ് എൻ ജി. ബ്രഹ്മോസ് എൻ ജി എയർ ലോഞ്ച്ഡ് ക്രൂയിസ് മിസൈലാണ്. അതായത് ഒരു വിമാനത്തിൽ നിന്നും കരയിലെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് അയക്കുന്ന മിസൈലാണ്. ആ മിസൈല് ബ്രഹ്മോസ് പഴയ മിസൈലുകളെക്കാൾ, അതായത് ബ്രഹ്മോസിന് ഇപ്പൊ പല വെർഷൻസ് ഉണ്ട്. 300, 290 കിലോമീറ്റർ വെർഷൻ ഉണ്ട്, 500 കിലോമീറ്റർ എക്സ്റ്റൻഡഡ് റേഞ്ച് ഉണ്ട്, 700 കിലോമീറ്റർ അൾട്രാ എക്സ്റ്റൻഡഡ് റേഞ്ചും ഉണ്ട്. അതൊക്കെ തന്നെ പക്ഷെ ഭാരമുള്ള മിസൈലുകളാണ്. ഈ ബ്രഹ്മോസിന്റെ ഒരു മിസൈല് ഇപ്പൊ എയർ ലോഞ്ച്ഡ് വെർഷൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ ബ്രഹ്മോസിന് കരയിൽ നിന്നും കരയിലേക്കുള്ള വെർഷൻ ഉണ്ട്, കപ്പലിൽ നിന്നും കപ്പലിലേക്കുള്ളതുണ്ട്, കപ്പലിൽ നിന്നും കരയിലേക്ക് അയക്കുന്ന വെർഷൻ ഉണ്ട്, ആകാശത്ത് നിന്നും ഭൂമിയിലേക്ക് അയക്കുന്ന വെർഷനും ഇപ്പോൾ തന്നെ നിലവിലുണ്ട്. പക്ഷെ ആകാശത്തേക്ക് ഭൂമിയിലേക്ക് അയക്കുന്ന മിസൈല് ഇപ്പോ 2.5 ടൺ ഭാരമുള്ളതാണ്. കരയിൽ നിന്ന് കരയിലേക്ക് അയക്കുന്നതിന് 3 ടൺ ഉണ്ട്, കപ്പലിൽ നിന്നും അയക്കുന്നതിനും 3 ടൺ ഉണ്ട്. പക്ഷെ ഇപ്പോൾ ഈ ബ്രഹ്മോസ് എൻ ജിയുടെ പ്രത്യേകത, അത് ഇപ്പൊ ഗൗതം സൂചിപ്പിച്ചതുപോലെ അതിന് നിലവിലുള്ള ബ്രഹ്മോസ് വേരിയന്റുകളെക്കാൾ വേഗത കൂടുതലുമാണ്, അതുപോലെ ഭാരം കുറവുമാണ്. ബ്രഹ്മോസിന്റെ വേഗത നമുക്കറിയാം 2.8 2.8 മാക്കാണ്. മാക്ക് എന്ന് പറഞ്ഞാൽ ശബ്ദത്തിന്റെ 1 മാക്ക് ശബ്ദത്തിന്റെ വേഗതയാണ്. അങ്ങനെ ശബ്ദത്തിന്റെ 2.8 ഇരട്ടി വേഗത്തിലാണ് ബ്രഹ്മോസിന്റെ ഇപ്പോഴത്തെ വേരിയന്റുകൾ പോകുന്നത്. അങ്ങനെ ഒരു സൂപ്പർസോണിക് മിസൈലാണ്, ശബ്ദവേഗതയേക്കാൾ അധികമുള്ളതാണ്. ശബ്ദവേഗതയോ അതിന് താഴെ വേഗതയോ ഉള്ളതിനെ സബ്സോണിക് മിസൈലുകൾ എന്നാണ് പറയുന്നത്. അങ്ങനെ സൂപ്പർസോണിക് മിസൈലായ ബ്രഹ്മോസ്, പക്ഷെ ഇത് മാക്ക് 4 അവിടെ അടുത്ത് വേഗത, അതായത് മാക്ക് 3.8 ആയിരിക്കും ഈ ബ്രഹ്മോസ് എൻ ജിയുടെ വേഗത. ആ വേഗത എന്ന് പറയുന്നത് ഹൈപ്പർസോണിക് വേഗതയുടെ തൊട്ടടുത്താണ്. മാക്ക് 4 ഹൈപ്പർസോണിക് വേഗം, 4 തൊട്ട് മുകളോട്ട് ഹൈപ്പർസോണിക്കാണ്. അപ്പോ ഈ സൂപ്പർസോണിക്കിന്റെ അന്ത്യഘട്ടം, ഹൈപ്പർസോണിക്കിന്റെ തുടക്കം, അതാണ് ഈ ബ്രഹ്മോസ് എൻ ജിയുടെ പ്രത്യേകത. ബ്രഹ്മോസ് എൻ ജി അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ബ്രഹ്മോസിനെ തടുക്കാൻ പറ്റുന്നില്ല. പിന്നാണോ ഈ വരാനിരിക്കുന്ന ബ്രഹ്മോസിന്? അത് എയർ ലോഞ്ച്ഡ് മിസൈൽ ആകുമ്പോൾ മാക്ക് 3.8 എന്ന് പറയുന്ന ആ വേഗത കുറച്ചുകൂടെ കൈനറ്റിക് എനർജി അതിനുണ്ടാവും. അങ്ങനെ കുറച്ചുകൂടെ കൈനറ്റിക് എനർജി, ആകാശത്തു നിന്ന് വരുമ്പോഴുള്ള കൈനറ്റിക് എനർജി, ഇതിന്റെ വേഗത രണ്ടും കൂടെ ചേരുമ്പോൾ ഇത് യാതൊരു കാരണവശാലും ഒരു മിസൈൽ പ്രതിരോധ സംവിധാനത്തിനും തടുക്കാൻ പറ്റാത്ത ഒരു എന്താണ്, നമുക്ക് വേണമെങ്കിൽ ഒരു പാശുപതാസ്ത്രം എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു സംശയവും വേണ്ട. ഇതിന്റെ വെയിറ്റ് കുറച്ചിട്ടുണ്ട്. അതായത് 1.2 ടണ്ണാണ് ഇപ്പോഴുള്ള എയർ ലോഞ്ച്ഡ് മിസൈലിന്റെ ഭാരം. 2.5, അതായത് എയർ ലോഞ്ച്ഡ് വെർഷൻ. അതിന്റെ പകുതി ഈ താഴെയാണ് ഇപ്പോഴത്തെ ഈ ബ്രഹ്മോസ് എൻ ജിയുടെ വെയിറ്റ്. അതുകൊണ്ട് എന്താ ഗുണമെന്ന് ചോദിച്ചാൽ, ഇപ്പം ബ്രഹ്മോസ് മിസൈൽ വഹിക്കാൻ ശേഷിയുള്ള ഒരേ ഒരു വിമാനം മാത്രമേ ഇന്ത്യക്കുള്ളൂ. അത് സുഖോയ് 30 MKI ആണ്. പക്ഷേ ഈ ബ്രഹ്മോസ് എൻ ജി ആകുമ്പോൾ അത് ഇന്ത്യയുടെ ഇപ്പോ റഫാലിൽ അത് ഘടിപ്പിക്കാം. അതുപോലെ തന്നെ ഇന്ത്യയുടെ സ്വന്തം വിമാനമായ തേജസിൽ ഇത് ഘടിപ്പിക്കാം. മാത്രവുമല്ല, ഒരു ബ്രഹ്മോസ് വഹിക്കുന്ന, അല്ലെങ്കിൽ 2 ബ്രഹ്മോസ് ആണ് പരമാവധി ഇപ്പോ ഒരു SU-30 MKI. ആ 2 ബ്രഹ്മോസ് വഹിക്കുന്ന SU-30
ഇതിന്റെ 5 മിസൈലുകൾ ആയിരിക്കും അത് വഹിക്കാൻ പോകുന്നത്. എന്ന് പറയുമ്പോൾ അത് ഒരു സുഖോയ് വിമാനത്തിൽ നിന്ന് നിരന്തരം ബ്രഹ്മോസുകളുടെ ഒരു ആക്രമണം ഒരു ലക്ഷ്യസ്ഥാനത്തിന് നേരെ ഉണ്ടായാൽ ആ ലക്ഷ്യസ്ഥാനം തവിടുപൊടി എന്ന് പറഞ്ഞാല് അത് കുറവായി പോകും. തവിടുപൊടിയല്ല, അതിനേക്കാൾ ഒരു അപ്രത്യക്ഷമാകും ആ ലക്ഷ്യസ്ഥാനം. അത്ര ഭീകരമായ ഒരു പ്രഹരമായി. അപ്പോ ബ്രഹ്മോസ് NG എന്തായാലും ശരി തെക്കേ ദക്ഷിണേഷ്യയിലെ യുദ്ധസങ്കല്പങ്ങളെയും വാർ ഡോക്ടറിനുകളെയും ഒക്കെ പൊളിച്ചെടുക്കും. അങ്ങനത്തെ ഒരു മിസൈലാണ് അത്. ശത്രുവിനെ എന്നും തടുക്കാനാവാത്ത ഒരു ഭീകര അനുഭവമായിരിക്കും സമ്മാനിക്കുക. ആ മിസൈല് 2026 തന്നെ ഇപ്പോ ശരിക്കും പറഞ്ഞാല് അതിന്റെ പരീക്ഷണം തുടങ്ങേണ്ടിയായിരുന്നു. പക്ഷെ ഇന്ത്യ ഈ ബ്രഹ്മോസ് കമ്പനിക്ക് ഇന്ത്യൻ വ്യോമസേന കുറച്ചുകൂടി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. ഇതിന്റെ സർക്കുലർ എറർ പ്രോബബിലിറ്റി കുറച്ചുകൂടെ മെച്ചപ്പെടുത്തണം, തദ്ദേശീയമായ സെൻസറുകൾ ഉപയോഗിക്കണം, അങ്ങനെ കുറെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവരെ അതൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ മാറ്റിയാലും ശരി ഈ വർഷം അവസാനം ഇതിന്റെ പരീക്ഷണം ഉണ്ടാകും. ഈ വർഷം അവസാനം അല്ലെങ്കിൽ ഇത് 2027 ഒടുവിലോ, അതായത് 2 വർഷത്തിനുള്ളിൽ നമ്മുടെ വ്യോമസേനയുടെ ഭാഗമാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതായത് ഇതിന്റെ പരീക്ഷണങ്ങളെല്ലാം വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഘട്ടത്തിലാണ്. ബ്രഹ്മോസ് NG നിശ്ചയമായിട്ടും അതൊരു വലിയൊരു മാറ്റമായിരിക്കും ഇന്ത്യയുടെ വ്യോമ യുദ്ധത്തിൽ കൊണ്ടുവരാൻ പോകുന്നത്. ആദ്യം ഇറങ്ങുന്ന വെർഷന് 300 കിലോമീറ്ററിന് അടുപ്പിച്ച് മാത്രമേ റേഞ്ച് ഉണ്ടാവുള്ളൂ. പക്ഷെ അത് തന്നെ ധാരാളം. ഇതിന്റെ വേഗതയും ഇതിന്റെ പ്രഹരശേഷിയും വരുമ്പോ അത് മറ്റൊന്നും ഇതിന്റെ മുന്നിലില്ല, തകർക്കാത്ത കോട്ടകളൊന്നുമില്ല. പക്ഷേ വരും ദിവസങ്ങളിൽ ഇതിന്റെ റേഞ്ച് 500 കിലോമീറ്റർ ആയിട്ട് വർദ്ധിപ്പിക്കാനാണ് ബ്രഹ്മോസ് കമ്പനി ലക്ഷ്യമിടുന്നത്. ഇത് നിശ്ചയമായിട്ടും ലോകത്തിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള എയർ ലോഞ്ച്ഡ് ക്രൂയിസ് മിസൈലുകളിലെ ഏറ്റവും മികച്ച മിസൈൽ ആയിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇതിന്റെ വെയിറ്റ് നോക്കുമ്പോൾ ഈ സ്കാപ്പ് എന്ന് പറയുന്ന ന്യൂജൻ മിസൈൽ ഉണ്ടല്ലോ ഇസ്രായേലിന്റെ, ആ സ്കാപ്പിന്റെ ഒക്കെ അതേ വെയിറ്റ് കാറ്റഗറിയാണ്. ഒട്ടും വെയിറ്റ് കൂടുതലില്ല. അപ്പം വെയിറ്റ് കുറഞ്ഞ ഏത് വിമാനത്തിനും, ഇപ്പം തേജസിനും അതുപോലെ തന്നെ റഫാലിനും 2 എണ്ണം വീതം വഹിക്കാൻ പറ്റും. സുഖോയ്ക്ക് ഇതിന്റെ 5 എണ്ണം വഹിക്കാൻ പറ്റും. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു സ്വർണത്തിന് സുഗന്ധം പോലെയാണ് ഇതിന്റെ കാര്യം പറഞ്ഞാൽ. കാരണം സ്വർണത്തിന് സാധാരണഗതിയിൽ സുഗന്ധവും കൂടെ ഉണ്ടായാലുള്ള ഒരു മഹത്വം, അതുപോലെയാണ് ഇത്തരം മാരക പ്രഹരശേഷിയുള്ള ഈ മിസൈലിന് വേഗത കൂടുകയും ഭാരം കുറയുകയും ചെയ്താലുള്ള അവസ്ഥ. എന്തായാലും ശരി, വരും ദിവസങ്ങളിൽ ഇന്ത്യയുടെ ആക്രമണ നിരയിലെ കുന്തമുനയായിട്ട് ഇത് മാറും. ഹൈപ്പർസോണിക് മിസൈലുകളൊക്കെ അപ്പോഴേക്കും നമ്മുടെ സർവീസിൽ ഉണ്ടാവും, അത് വേറൊരു കാര്യം. എങ്കിലും ഞാൻ പറയുന്നത് ഈ നമ്മുടെ ബ്രഹ്മോസിന്റെ പ്രസക്തി നിലനിർത്താൻ ഈ ബ്രഹ്മോസ് NG പുതിയ രൂപത്തിൽ എത്തുകയാണ്. അതോടൊപ്പം തന്നെ ബ്രഹ്മോസ് 2 എന്ന 1000 കിലോമീറ്റർ ദൂരപരിധിയുള്ള കരയിൽ നിന്നും കരയിലേക്ക് വിട്ടയക്കുന്ന ഹൈപ്പർസോണിക് വേഗത അച്ചീവ് ചെയ്യുന്ന മാക്ക് 4 മുകളിലേക്ക് എത്തുന്ന വേഗതയുള്ള മറ്റൊരു മിസൈലും തയ്യാറാകുകയാണ്. അത് പക്ഷേ എനിക്ക് തോന്നുന്നത് 2030 കൂടിയൊക്കെ മാത്രമാണ് അതിന്റെ പരീക്ഷണങ്ങൾ പൂർത്തിയാകുകയുള്ളൂ. പക്ഷെ ബ്രഹ്മോസ് NG വളരെ വേഗത്തിൽ പരീക്ഷണം പൂർത്തിയായി. അതൊരു പുതിയ മിസൈൽ, പുതിയ ഒരു യുദ്ധ തടുക്കാൻ പറ്റാത്ത ഒരായുധമായിട്ട് ഇന്ത്യയുടെ മുൻനിരയിൽ ഉണ്ടാകും. ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ നമുക്ക് പൊതുവിടത്തിൽ ലഭ്യമാകുന്നവരൊക്കെ അതിന്റെ കൂടുതൽ വിശകലനങ്ങളും വിശദീകരണങ്ങളുമായിട്ട് നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം. എല്ലാവർക്കും നമസ്കാരം.